ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഔട്ടിംഗ് വ്ലോഗാണ് കേട്ടോ. ആഫ്റ്റർനൂൺ ടു നൈറ്റ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളൊരു ഉച്ച ഒരു 1 o'clock ആയപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പുറത്തു പോയത്. ആൻഡ് രാത്രിയായി ഒരു 8 to 9 o'clock ഒക്കെ ആയി വീട്ടിലെത്തിയപ്പോൾ. നമ്മൾ ഇന്നലെ രാത്രിയിൽ ജബൽ ജയ്സിൽ പോയിരുന്നു, റാസൽ കൈമ. അടിപൊളി ക്ലൈമറ്റാണ്. ടെമ്പറേച്ചർ 20°C, 20-25 ആ ഒരു റേഞ്ചിലാണ് ടെമ്പറേച്ചറൊക്കെ. ഭയങ്കര നല്ല ക്ലൈമറ്റ്, നല്ല ഈ ഒരു ചൂട് ക്ലൈമറ്റിൽ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ രാത്രിയിലത്തെ ക്ലൈമറ്റാണ് കേട്ടോ പറയുന്നത്. പിന്നെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പം തന്നെ ഒരു 3-3:30 ഒക്കെ ആയി. അപ്പോൾ ഈ സമ്മറിൽ ഇവിടെ പാർക്കിലായാലും ബീച്ചിലായാലും എവിടെയും പോകാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കാരണം അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ എത്തിയപ്പം. അപ്പം ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഡു വിസിറ്റ് ദിസ് പ്ലേസ്. അപ്പം വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഒരു 3:30 ആയി. പിന്നെ ഉറങ്ങിയപ്പോഴത്തേക്ക് ഒരു 4 o'clock ഒക്കെ കഴിഞ്ഞ്. പിന്നെ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഒരു 11:30 ഒക്കെ ആയി. പിന്നെ ഞാൻ വിചാരിച്ചു ഫുഡ് പുറത്ത് പോയി കഴിക്കാമെന്ന്. അപ്പോൾ ഇത് അൽനാദയിലുള്ള ഫുഡി റെസ്റ്റോറൻ്റ് ആണ്. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. വെറും 10 dirhams ഉള്ളൂ. 14 items ഉണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചീനി കിട്ടും. ഞാൻ എവിടെയും സദ്യയിൽ ചീനി കിട്ടുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ചീനിയും നല്ല മീൻകറിയും, 2 types മീൻകറിയും ഉണ്ട്. അപ്പോൾ നല്ല മുളകിട്ട മീൻകറിയും അതുപോലെ തേങ്ങ അരച്ച മീൻകറിയും ഒക്കെ കിട്ടും. നല്ല അടിപൊളി, നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ദുബായ് ഹിൽസ് മോളിൽ പോയി. ഇപ്പം ത്രൂ ഔട്ട് UAE ഭയങ്കര സെയിൽ നടക്കുന്നുണ്ട്, സമ്മർ സെയിൽ. ഓൾമോസ്റ്റ് എല്ലാ ഷോപ്സിലും 30-70% ഓഫുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ സാറായിൽ പോയിരുന്നു. അവിടെ അടിപൊളി സെയിലാണ് കേട്ടോ. ഭയങ്കര സെയിലാണ് നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ H&M, ബ്രഷ്ക, പുൾ ആൻഡ് ബെയർ, അങ്ങനെ എല്ലാ ഷോപ്സിലും ഭയങ്കര ഡിസ്കൗണ്ടാണ്. നിങ്ങൾക്കപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാനാണെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം. കാരണം ഭയങ്കര ഓഫേഴ്സ് നടക്കുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിലും, ഓൾമോസ്റ്റ് എല്ലാ മോൾസിലും. പിന്നെ ഈ ഷോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷോപ്പാണ് OC ഹോം ഫർണിച്ചേഴ്സ്. ഇപ്പോൾ അവർക്ക് സെയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ വരെ എന്ന് പറയുമ്പോഴത്തേക്കും 90% സെയിലായിരുന്നു. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു അവർ കൊടുക്കുന്നത് ഒരു 50% സെയിൽ അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ 90% സെയിൽ ഇന്നലത്തോടെ കഴിഞ്ഞു. അപ്പോൾ ഇനി തൊട്ട് അവരൊരു 50% സെയിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അടിപൊളി ഈ കിച്ചൺ ആക്സസറീസും ഹോം ഡെക്കോർ ഐറ്റംസും അതുപോലെ ഫേർണിച്ചേഴ്സൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇത് നോക്കിയത് 12 dirhams ഉള്ളൂ. ഈ ഒരു സെറ്റ് ഓഫ് ജാർ 6 പീസുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറിയ കുരുമുളക് അതുപോലെ തന്നെ കടുക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ നല്ല ബെസ്റ്റാണ്. അതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ അടിപൊളിയാക്കി വെക്കാൻ പറ്റിയ കുറേ പാത്രങ്ങളും കുറേ ബൗൾസും കുറേ ടിന്നും അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇവരുടെ ഈ മാറ്റ്. ഇതൊക്കെ ബാത്റൂം മാറ്റാണ് കേട്ടോ. അതുപോലെ ബാത്റൂമിലോട്ടുള്ള ആക്സസറീസ്, ടവൽസൊക്കെ. പിന്നെ അവരുടെ പ്ലേറ്റ്സൊക്കെ നല്ല യുണീക്ക് ആൻഡ് അടിപൊളി ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടഡ് ആയിരുന്നു ഇന്നലെ വരെ. അപ്പം ഇനിയും ഡിസ്കൗണ്ടഡ് ആണ്. പക്ഷേ ഈ ഒരു 90% സെയിലില്ല, 50% സെയിലേ ഉള്ളൂ. അതുപോലെ നല്ല ഫിനിഷാണ്. എല്ലാ സാധനത്തിനും നല്ല അടിപൊളി ഫിനിഷാണ്. അതുപോലെ ഇവരുടെ ഗ്ലാസും കപ്പും ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ ഇതൊക്കെ ഈ ഓയിലൊക്കെ സ്റ്റോർ ചെയ്യാൻ വെക്കുന്ന ജാറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇവരുടെ ഈ കോഫി കപ്പൊക്കെ ഭയങ്കര യുണീക്കാണ്. ഞാൻ ഇവിടുന്ന് സ്ഥിരം കോഫി കപ്പൊക്കെ വാങ്ങിക്കാറുണ്ട്. അത്ര വലിയ പൈസയൊന്നുമില്ല, ജസ്റ്റ് ഒരു 9 dirhams 7 dirhamsനൊക്കെ കിട്ടും. പിന്നെ നിങ്ങളുടെ ഈ ഡൈനിങ് ടേബിളിലൊക്കെ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റും ഒക്കെ വെക്കാൻ പറ്റിയ ടൈപ്പൊക്കെയാണ് ഇതൊക്കെ. അതൊക്കെ നല്ല ഭംഗിയാണ് അതെല്ലാം നല്ല യുണീക്കാണ്. അതാണ് ഇവിടുത്തെ ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ. ഈ വുഡിൻ്റെയൊക്കെ ഈ പാത്രങ്ങളൊക്കെ നല്ല അടിപൊളി ഭംഗിയാണ്. ഇതൊക്കെ ബാസ്ക്കറ്റാണ്. ഞാൻ പോയപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞാനൊരു മിറർ എടുത്തിരുന്നു. നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. ഈ ഒരു മിറർ ഞാൻ എടുത്തത് 299 dirhamsന് വെറും 69 dirhams ഉള്ളൂ. പിന്നെ ഇവരുടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വേറൊരു സംഭവമാണ് ജൂട്ടിൻ്റെ റഗ്.
കുറേ കളക്ഷൻസ് ഉണ്ട് ജൂട്ടിൻ്റെ. അതുപോലെ തന്നെ ഈ ലാമ്പൊക്കെ നല്ല ഡിസൈനിലുള്ള ലാംപ്സൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഗാർഡൻ ആക്സസറീസ്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. അതുപോലെ പോട്ട്സിൻ്റെ കളക്ഷൻസ് നല്ലതുണ്ട്. പോട്ട്സിൻ്റെ കളക്ഷൻസൊക്കെ നല്ല വിലക്കുറവായിരുന്നു. 12 dirhams, 11 dirhams, 10 dirhamsനൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട്. പിന്നെ നല്ല ഡിഫറെൻറ്റ് കളേഴ്സിലും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻസിലും ഉണ്ട്. ഇതൊക്കെ നോക്കി വെറും 4 dirhams ഉള്ളൂ. പിന്നെ ഈ ഡ്രൈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ നല്ല ഭംഗിയുള്ള ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ വാളിൽ വെക്കാൻ പറ്റിയ ചെറിയ ചെറിയ പ്ലാന്റ്സിൻ്റെ പോട്ട്സാണ്. ഇതും നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഭയങ്കര പൈസയും കുറവാണ് കേട്ടോ. പിന്നെ നല്ല വുഡൻ ടേബിളും അതുപോലെ ചെയറിന് കുറച്ച് എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നി. ബട്ട് ടേബിളൊക്കെ ഭയങ്കര വിലക്കുറവായിരുന്നു. ഈ ടൈപ്പ് പോട്ട് നോക്കുന്നവരാണെങ്കിൽ ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ. അതുപോലെ തന്നെ ഡെക്കോർ ഐറ്റംസ്, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട് ഡെക്കോർ ഐറ്റംസ്. നല്ല ഭംഗിയുള്ളതുണ്ട്. പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് എൻ്റെ വീട്ടിലെല്ലാം ഫുള്ളായതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലൊന്നും വാങ്ങിച്ചില്ല ഈ ഡെക്കോർ ഐറ്റംസ്. ദുബായിലും ഷാർജയിലും മറ്റ് ഏറ്റവും വലിയ OC ഹോം ഫേർണിച്ചറിൻ്റെ ഔട്ട്ലെറ്റാണിത്. അപ്പം ഡെഫിനറ്റായിട്ട് എല്ലാവരും ഇതൊന്ന് ചെക്കൗട്ട് ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെക്കാത്ലോണിൽ പോയി. അവിടെയും കുറേ നല്ല ഈ സ്പോർട്സിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഇതൊരു നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷോപ്പാണ് കേട്ടോ ഡെക്കാത്ലോൺ. അത് കഴിഞ്ഞ് ഞാൻ സഫോറയിലും മാക്കിലും അങ്ങനെ കുറേ ഷോപ്സിൽ, ഡ്രസ്സിൻ്റെ ഷോപ്സ്, H&M അങ്ങനെ എല്ലാ ഷോപ്സിലും കയറി കുറേ വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി. അപ്പോൾ എല്ലാം കൂടി ഒരു വലിയ വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ പോയത്, പക്ഷേ ചാർജ് ഞാൻ മറന്നുപോയി. അവിടെ ചെന്നപ്പം തന്നെ 30% ഉള്ളായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 1-2 hours കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ ചാർജും തീർന്നു. അപ്പം ഞാൻ വീഡിയോ ഇവിടെ നിർത്തുന്നു. സീ യു വിത്ത് അനദർ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു. ബൈ.